മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ മറ്റുള്ളവരെ ഭയന്നുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. നമ്മളതാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലുമൊക്കെ എന്നെ ചീത്ത പറയും, ആരെങ്കിലും എനിക്ക് കുറ്റം ആരോപിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എപ്പോഴും നമുക്ക് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യേശുവിനെ കുറ്റം ആരോപിക്കാൻ അവർ നിരവധി പേരുണ്ടായിരുന്നു. സാപത്തിൽ ഇവൻ രോഗശാന്തി നൽകുമോ, അതുപോലെ ആ കൈ ശോഷിച്ചവനോട് എങ്ങനെ പെരുമാറുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ യേശു അതൊന്നല്ല നോക്കിയത്. ആ രോഗിയുടെ വേദന, ആ രോഗിയുടെ മനസ്സ് അവനൊരു ആശ്വാസം കൊടുക്കണം. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് പറയും, മറ്റുള്ളവരെന്നെ കാണുന്നുണ്ടോ എന്നുള്ളതല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ആത്മാർത്ഥതയോടും ഉള്ളിൽ നിറഞ്ഞ നിഷ്കളങ്കതയോടും കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയാൽ അതാണ് യേശു മനോഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയമോ പേടിയുണ്ടോ നന്മകൾ ഇല്ലാതാകരുത്. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഭയവും പേടിയും കൊണ്ട് കുറേ നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ എന്നെ കുറ്റം പറയോ, ആരെങ്കിലുമൊക്കെ എന്നെ ചീത്ത പറയോ, ആരെങ്കിലും അവരെന്താണ് എന്നെക്കുറിച്ച് പറയുക എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഈ നന്മ ചെയ്ത് കഴിയുമ്പോൾ കൈയടിക്കോ? കൈയടിക്കാൻ ആളുണ്ടെങ്കിലാ നന്മകളുള്ളൂ. കൈയടിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രം നന്മ ചെയ്യുന്ന വ്യക്തിയായിട്ട് നാം മാറാതിരിക്കാം. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.